ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സുംസീസ് വെർച്വൽ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഫേസ് ഷേവിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഫേസ് ഷേവിങ്ങിനെ പറ്റി ഇപ്പോഴും കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അത് മാറ്റാം. ബേസിക്കലി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഒരു പരത്തിലെ റേസറാണ്. ഇത് നോർമലി നമ്മുടെ എല്ലാ കടകളിലും ആമസോണിലും അവിടെയൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു ഫേസ് റേസറാണ്. ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഫേസ് ഷേവിങ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എന്നെപ്പോലെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഷേവിങ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വർഷമായിട്ട് ഫേസ് ഷേവിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതുവരെയായിട്ട് എൻ്റെ ഒരു സൈഡ് എഫക്ട്സ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ത്രെഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിനാണ് എനിക്ക്. അപ്പോൾ ഞാൻ അതും ഉപേക്ഷിച്ചു. പിന്നെ ഒരു ഓപ്ഷനായിരുന്നു വാക്സിങ് സെയിം പെയിൻഫുള്ളാണ്, പക്ഷേ എനിക്ക് വാക്സിങ് ചെയ്ത് 2-3 വട്ടം റാഷസ് അങ്ങനെ കുറേ ഇറിറ്റേഷൻ സ്കിന്നിൽ വന്നേ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഫേസ് ഷേവ്. ആദ്യത്തെ ഒരു വട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഒരു പറയത്തില്ലേ ആ ഒരു ഫേസ് റേസർ വെച്ച് നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും ആ സംഭവം പഠിച്ചു വരുന്നതിനൊക്കെ. പക്ഷെ ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയ ഒരു സംഭവമാണ്, പെയിൻ ഇല്ല. ഈ ഫേസ് ഷേവിങ്ങിന് വേറൊരു ഡെർമാ പെയിനിങ് എന്ന് പറയുന്നത്. ഫേസ് ഷേവിങ് ചെയ്യണം നിർബന്ധമാണ് എന്ന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്സിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഡോണ്ട് ഡു എനിത്തിങ്. ഞാൻ പറയാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് പ്രിഫറൻസ് ആണ് ഷേവിങ് ചെയ്യണോ അല്ലെ വേണ്ട അല്ലെ എന്താണെന്ന് വെച്ചാൽ. ബട്ട് ടു ബി പ്രസൻറ്റബിൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, ഫേസ് ഷേവിങ് നമ്മുടെ സ്കിന്നിൻ്റെ പറത്തില്ലേ ഒരു ഔട്ടർ ലെയർ ആണ് അത് എടുത്ത് കളയുന്നത്. സോ ബേസിക്കലി മേക്കപ്പ് ഒക്കെ ഇടുന്നവർക്കൊക്കെയാണ് കുറച്ചും കൂടി സ്കിൻ നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കും. മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര രോമം വരും. മേക്കപ്പ് ഇടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇതിങ്ങനെ കാണും. ഇപ്പോൾ രസമില്ലായിട്ടൊരു ഫീൽ ചെയ്യത്തില്ല എനിക്ക്. അപ്പോൾ ഞാൻ അതിനാണ് ഷേവ് ചെയ്യുന്നത്. ആഫ്റ്റർ ഷേവിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ നല്ലപോലെ പെനിട്രേറ്റ് ചെയ്യാനുള്ള പറയത്തില്ലേ ആ ഒരു അബ്സോർപ്ഷൻ ചെയ്യാൻ ഇച്ചിരി കൂടി ഈസിയാണ്. അപ്പോൾ അങ്ങനെ സ്കിൻ കെയർ നല്ലപോലെ ഇച്ചിരി നമ്മുടെ സ്കിന്നിൽ വർക്ക് ടെക്നീക്ക് അല്ലെ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ ഇപ്പം കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ എൻ്റെ ഫേസിലുള്ള രോമത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ കണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് ബേസിക്കലി കൂടുതലായിട്ട് രോമം ഉള്ളതുകൊണ്ട് ഈ ഒരു സെക്ഷനിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ എനിക്ക് ഇവിടെയൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ വരും കുറച്ച് രോമം. ഇതൊക്കെ നെറ്റിയിൽ എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, എന്നാൽ പോലും ചെറുതായിട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഫേസിലുള്ള രോമം. ഇത് ഇത്രയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ചെയ്യുന്ന ഫേസ് ഷേവിങ് ആണ്. 2 ആഴ്ച കൂടുമ്പോൾ എനിക്കുണ്ടാകുന്ന ആകെയുള്ള പറയത്തില്ലേ ഒരു ഗ്രോത്താണ് ഈ ഹെയർ. ഫേസ് ഷേവിങ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിന്ന് നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. മേക്ക് ഷുവർ നിങ്ങൾക്ക് ഒരു ഓയിൽ ക്ലെൻസിങ് ചെയ്യണം. ഓയിൽ ക്ലെൻസിങ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈവൻ സൺസ്ക്രീൻ എല്ലാവരും ഇപ്പോൾ ഇടുന്നവരാണ്. അപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിൽ ഒരു മിനറൽ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓയിൽ ക്ലെൻസർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ മൈസലർ വാട്ടർ ഉണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. വൺസ് അത് എടുത്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലപോലെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ആലോവേര ജെൽ എടുക്കുക, നോർമൽ ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക, നിങ്ങളുടെ സ്കിന്നിന് ലൈക്ക് മാച്ച് ആവുന്ന രീതിയിൽ. ഫേഷ്യൽ ഓയിൽസ് കുറേ വരുന്നുണ്ട്, ഏത് വേണം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ കുറേ നമുക്ക് മാർക്കറ്റിലുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഒന്ന് ഡബിൾ ക്ലെൻസ് ചെയ്താണ്. ഒന്ന് ഓയിൽ വെച്ച് ഞാൻ എൻ്റെ ഫേസ് മേക്കപ്പ് റിമൂവർ വെച്ച് ഞാൻ എൻ്റെ ഫേസ് ക്ലീൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്തു. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഈ സെറ്റഫിലിൻ്റെ ഒരു ജെൻറ്റിൽ സ്കിൻ ക്ലെൻസറാണ്. മാക്സിമം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ നല്ലപോലെ ഒരു ലെയർ ഇടുക, ഒരു നല്ല ലെയർ ഇട്ട് വയ്ക്കുക. അപ്പോൾ ലെയർ ഇട്ട് വയ്ക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസിയാണ്. ഓക്കെ, അപ്പം നല്ലൊരു ലെയർ ആക്കി വയ്ക്കുക. ഞാനിവിടെ എൻ്റെ ഒരു കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതിനെ നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവം ഞാൻ ചെയ്തില്ല. നമ്മുടെ ഹെയർ ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഒരു ആക്സസറി വെച്ച് ഒന്ന് ബാക്കിലോട്ടൊന്ന് ആക്കിയിടുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ സംഭവം നമ്മുടെ ഇതിനകത്ത് വരാൻ 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഡെറ്റോളോ കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് വെച്ച് മാറ്റിയിട്ട് പിന്നെ ഡ്രൈ ആക്കിയിട്ട് പിന്നെ ഇത് ഉപയോഗിക്കണം കേട്ടോ. ഡയറക്റ്റ്ലി സ്കിന്നിൽ ഉപയോഗിക്കില്ല. ഈ ഒരു റേസർ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഇങ്ങനെയൊന്നും വെക്കില്ല, മുറിയും. ഒരു ആംഗിളിൽ നമ്മുടെ ഗ്രോത്ത്, ഇപ്പം എൻ്റെ ഗ്രോത്ത് ഉണ്ട്, ഇപ്പം നിങ്ങൾ ഇങ്ങനെ
സ്ട്രെയിറ്റ് ആണ്. അപ്പം അതിനോട് ചേർന്ന് ആ സെയിം ഡിറക്ഷനിൽ വേണം നമുക്ക് ഇതെടുക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ സ്കിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുത്തിട്ട് എനിക്കപ്പോൾ കണ്ടോ ഷേവ് ചെയ്യാൻ നല്ലൊരു ഗ്രിപ്പ് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മുടെ മീശ ഞാൻ എടുക്കാൻ പോകണേ. ഞാൻ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ടിഷ്യൂ വെച്ചൊന്ന് തുടയ്ക്കാം. ഈ കഴിഞ്ഞ പ്രാവശ്യം മറുകിൻ്റെ കൂടെ ഞാൻ മുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എങ്ങനെ അത് പിടിക്കുന്നു, ബ്ലേഡ് പിടിക്കുന്നു, എങ്ങനെ സൂക്ഷിച്ച് ചെയ്യുക. പയ്യെ ചെയ്താലും മതി. ഒരിടത്തും ഒരു ധൃതിക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് പോവുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരേ ഉള്ളൂ, അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ധൃതി വെച്ച് ചെയ്ത് കഴിയുമ്പോൾ മുറിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ചിലപ്പോൾ സ്പെഷ്യലി ആക്നെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് ആക്നയുടെ മാർക്സേ ഉള്ളൂ. ആക്റ്റീവായിട്ട് എനിക്ക് ആക്നെ ഒരിടത്തും ഇല്ല. ആ ഒരു ആക്നയിലോട്ട് ഞാൻ ഷേവ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണം, ആക്നയിൽ ഷേവ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് അതാണ് ചില സമയത്ത് ഇത് ഷേവ് ചെയ്യുമ്പോൾ പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഫ്ലെയർ അപ്പ് ആയി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്നയുടെ അഗെയിൻസ്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കിനി അടുത്ത സൈഡ് എടുക്കാം. ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്തോ സംഭവം എന്നറിയാം, നമുക്ക് ഇച്ചിരി കൂടി ഗ്രിപ്പ് കിട്ടും. കണ്ടോ, സ്കിന്നിന് ഇച്ചിരി കൂടി ഗ്രിപ്പ്. ഞാൻ ഇവിടെയൊക്കെ എടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടെ രോമം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്കത് ആ ഒരു ക്ലിയർ ആയിട്ടിരിക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആട്ടോ. ഞാൻ ഇത് എടുത്ത് കാണിച്ച് തന്നെന്നും പറഞ്ഞ് നിങ്ങളിത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തു. എനിക്ക് ഇവിടെ മൂക്കാണെങ്കിലും പയ്യെ ശ്രദ്ധിച്ച് കാണിച്ചു. മൂക്കത്ത് എനിക്ക് ചെറിയ രോമമുണ്ട്, അപ്പോൾ ഞാൻ പയ്യെ ചെയ്യുന്ന കേട്ടോ. കണ്ടല്ലോ, എപ്പോഴും സ്ട്രെച്ച് ചെയ്യുക. ഞാൻ ചില സമയത്ത് മറന്നു പോകാറുണ്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പ്ലീസ് ശ്രദ്ധിച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് വേണം സ്കിന്ന് ചെയ്യാൻ. എൻ്റെ ഐബ്രോ ഞാൻ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. ഞാൻ ഐബ്രോയിലൊന്നും ഒരുപാടൊന്നും ചെയ്യാറില്ല. എനിക്ക് എൻ്റെ ഐബ്രോ കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടം. പിന്നെ UAE വന്നേ പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ പറയത്തില്ലേ എടുക്കാനേ പോയിട്ടില്ല. എനിക്ക് സത്യം പറയാലും പേടിയാണ് ഇവിടുന്ന് ഐബ്രോ എടുക്കാനൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ. നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്, അവർ നമ്മുടെ ഐബ്രോ കട്ടി കുറച്ച് തരും. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് പോയിട്ട് അവസാനം അതുങ്ങൾ വന്ന് അവിടെ കട്ടി കുറച്ച് തരും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഷേവിങ് ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് ഞാൻ വരാം. ഓക്കെ, ഇത് എൻ്റെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് ഇത് ചെയ്യുമ്പോൾ. കാരണം പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുൾത്താനി മിട്ടി ഇല്ലേ, അതെടുക്കുവേ. അതിനകത്ത് കുറച്ചൊന്നുമല്ല, നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ റോസ് വാട്ടർ ഇടാം, അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം ഇടാം. അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടും. ഒരുപാട് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു തിൻ ലെയർ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ആയതുകൊണ്ട് സ്കിൻ അല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഒരുപാടിട്ട് നമുക്ക് മാസ്ക് കട്ടിലിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു സ്റ്റെപ്പാണ്. എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു സംഭവം ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് എഫക്റ്റ് വരും. കാരണം പൊതുവെ ഞാൻ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസ് എടുത്തിട്ട് ഐസിങ് ചെയ്യും. ഐസിങ് മിക്സിയിൽ
കാരണം വേറെ ഒന്നുമില്ല. ഇൻ കേസ് അറിയാതെ ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സ്കിന്ന് നിങ്ങളിപ്പോൾ മീൻസ് മുറിയുവോ എന്തെങ്കിലും കട്ടോ അറിയാതെ നമ്മൾ ഈ ആദ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് കേട്ടോ സൂക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പയ്യെ പയ്യെ സമയം എടുത്ത് ചെയ്താൽ മതി. മാസ്ക് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ വളരെ തിൻ ലെയറാണ് ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയെടുത്ത് ഒന്ന് ഇങ്ങനെ ചെയ്യുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് പോയി കഴിക്കളെ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഒരുപാട് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ടോണർ, ഒരു മിൽക്കി ടോണർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഈ മെഡിക്യൂബിൻ്റെ ഒരു മിൽക്കി ടോണറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല കേട്ടോ. നിങ്ങൾക്കിടയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണെങ്കിലും വേണ്ടില്ല, ടോണർ എങ്കിൽ ടോണർ, ഇനി അതില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇല്ലേ അത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല ടോണർ തന്നെ വേണോ അല്ല ഇത് എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിക്കുക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് മോയ്സ്ചറൈസർ. ഇത് ഞാൻ റിക്വിലിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. നല്ലൊരു മോയ്സ്ചറൈസർ കേട്ടോ. അത് എനിക്ക് നല്ലപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുക. ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് സ്കിൻ കെയർ ഒന്നും ഞാൻ എടുത്തില്ല ഈ ഷേവിങ് ചെയ്യുന്ന ദിവസം. ബിക്കോസ് നമ്മുടെ ഒരു ടോപ്പ് ലെയർ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആക്റ്റീവ്സ് ഇടാൻ പാടില്ല. സ്കിന്നിന് നല്ലതല്ല. അല്ലെങ്കിൽ നെക്സ്റ്റ് 2 to 3 days കഴിഞ്ഞ് നിങ്ങൾക്ക് ആക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ഈ നോർമൽ ഒരു ടോണറും ഒരു മോയ്സ്ചറൈസർ ഇടുക, അതും ധാരാളമാണ്, മോർ ദാൻ എനഫ്. ഇനി നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ മറക്കല്ല. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ടെക്നീക്കൊക്കെ വളരെ ക്ലിയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസേൺസോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റിൽ അറിയിക്കുക. കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കുറച്ച് മിത്ത്സ് ഉണ്ട് ആൾക്കാർക്ക് ഷേവിങ്ങിനെ പറ്റി. ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ലൈക്ക് ഫേസ് ഹെയർ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് കട്ടിയുള്ള ഫേഷ്യൽ ഹെയർ വരുമോ, ജസ്റ്റ് ലൈക്ക് മെൻസിന് അല്ലെങ്കിൽ ജെൻസിന് വരുന്ന പോലെ. വരത്തില്ല. ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഫേസ് ഷേവിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പ് സ്കിൻ ലെയറിലുള്ള ഹെയറും സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻസാണ് നമ്മൾ എടുത്ത് കളയുന്നത്. നമ്മൾ റൂട്ടിൽ നിന്നല്ല നമ്മുടെ മുടി എടുത്ത് കളയുന്നത്. നമുക്ക് പുറത്ത് സ്കിന്നിൽ വരുന്ന പോലെ ഒരു സ്കിന്നിൻ്റെ ഇതാണ് നമ്മൾ എടുത്ത് കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കട്ടി കൂട്ടത്തില്ല. നമ്മൾ ഫേസ് ഷേവിങ് ചെയ്തു, ഇനി നമ്മൾ അടുത്ത ഫേസ് ഷേവിങ്ങിലൂടെ ഞാൻ തീരുമാനിച്ചു ഇനി ഫേസ് ഷേവിങ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിർത്താൻ പോവാം, അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ പോലും ഈ നമ്മുടെ ഹെയർ എങ്ങനെയായിരിക്കുമെന്ന്. ഫേസിൽ നമ്മുടെ ഹെയർ ആദ്യം എങ്ങനെയായിരുന്നു വളർന്നുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അത് വളരത്തുള്ളൂ. ഫേസ് ഷേവിങ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയതായിട്ട് ഒരുപാട് ഹെയർ വരുത്തൊന്നുമില്ല. പ്രിക്കോഷൻസ്: ഫേസ് ഡ്രൈ ഷേവിങ്ങിൽ ചെയ്യൽ, ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഡബിൾ ക്ലെൻസിങ് ചെയ്യുക വിത്ത് ഓയിൽ ആൻഡ് ദെൻ വിത്ത് ഫേസ് വാഷ്. എന്നിട്ട് ഫേസ് ഷേവിങ് ചെയ്യുക. ഫേസ് ഷേവിങ് ചെയ്യുന്നതിന് മുന്നേ ലൂബ്രിക്കൻറ്റ് നിങ്ങൾക്ക് ഓയിലെങ്കിൽ ഓയിൽ, ജെല്ലെങ്കിൽ ജെൽ, ഓയിൽവേറ ജെൽ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മേക്ക് ഷുവർ ആ ഒരു ലൂബ്രിക്കൻസ് നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തുള്ളൂ ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡ്രൈ ഫേസ് ഷേവിങ് ചെയ്യില്ല. നിങ്ങളുടെ ടൈം എടുത്ത് പയ്യെ ചെയ്താൽ മതി. അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ മാത്രം ഷേവിങ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഷേവിങ് ചെയ്യരുത്. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പേടിയായിരിക്കും. പിന്നെ എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ ശ്രദ്ധിക്കുക. ആക്നെ ഉള്ളിടത്തൊന്നും ഷേവ് ചെയ്ത് കട്ട് ചെയ്ത് പോവില്ല, അത് കൊള്ളത്തില്ല. കാരണം പിന്നെ ആ ഒരു സ്പ്രെഡ് ആവും നമ്മുടെ ആക്നെ ഫ്ലെയർ അപ്പ് ആവാൻ വേണ്ടി. സോ അത് മാക്സിമം ട്രൈ ചെയ്യുക. ആക്നെ ഉള്ളിടത്ത് നിങ്ങൾ ഷേവ് ചെയ്യാണ്ടിരിക്കാം ബെറ്റർ. ആഫ്റ്റർ കെയർ ഐസിങ് ചെയ്യാം. ഐസിങ് ചെയ്യണം കേട്ടോ. ഫേസ് ഷേവ് ചെയ്തിട്ട് ഒരു ഐസ് ചെയ്യുക, ഒരു 1 or 2 minutes. ഫേസിന് സൂട്ട് ആവുന്ന ഫേസ് പാക്ക്. പിന്നെ ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക ആണെങ്കിൽ ഐബ്രോസ് ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചു ചെയ്യുക. ആ ഒരു ഏരിയയുടെ അടുത്ത് പോകാണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം നമ്മുടെ കൈക്ക് ആ ഒരു ഗ്രിപ്പ് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം നമുക്ക് അറിയത്തില്ല അത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് ആ ഏരിയ വരുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പറയത്തില്ല സ്ലോ ഡൗൺ ചെയ്യും അവിടെ വരുമ്പോൾ. ഓക്കെ ഗൈസ്,
അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തൊരു ഡൗട്ടും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് ഗ്രോത്ത് വരത്തുള്ളൂ യൂട്യൂബിൽ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.